ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് നല്ല ഞവരമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂട് ചോറ്, നല്ല ഞവരമീൻ കറിയാം കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഈ ഞവരമീനിന് എന്താ പറയണമെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. വലിയമ്മ പറഞ്ഞ് ഞാൻ ഈ ഞവരേനെ ക്ലീൻ ചെയ്ത് കട്ടാക്കി തന്നുകൊണ്ട് നീ ബാക്കിയുള്ള പരിപാടി ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഇങ്ങനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മീൻ കറിക്ക്. ഇപ്പം നമ്മൾ മുളക് കറി വെക്കാനാണെങ്കിലും തേങ്ങ അരച്ച് കറി വെക്കാനാണെങ്കിൽ ഇനി തേങ്ങാപ്പാലിൽ കറി വെക്കാനാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ്. ഞാൻ വെറുതെ പറയണില്ല, നിങ്ങൾ ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ നമ്മുടെ പെണമ്പുളിയിൽ ഒരു 5 അല്ലി എടുത്തിട്ടുണ്ട്. അതിനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിളപ്പിക്കുമ്പോഴത്തേക്ക് ഇതിലുള്ള പുളിയുടെ സത്തൊക്കെ അതിൽ ഇറങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ മൂടി വെച്ചാണ് തിളപ്പിച്ചെടുക്കാൻ. പിന്നെ ഇതിൽ അരപ്പ് ചേർക്കാനായിട്ട് നമ്മുടെ തേങ്ങയും പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനിതിൽ ചേർക്കണം നമ്മുടെ ഫിഷ് മസാലയാണ്. മുളക് പൊടിയൊന്നും ചേർക്കണില്ല കേട്ടോ, ആവശ്യത്തിനുള്ള എരിവൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളില്ല അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മളിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഈ അരച്ചെടുക്കുമ്പോൾ ഇവൻ്റെ ചിരി എന്തിനാണെന്ന് വെച്ചാൽ ഈ മിക്സി ഓണാകുമ്പോൾ വയ്യാന്ന് വിളിക്കും, അത് കഴിയുമ്പോൾ അത് നിർത്തും കേട്ടോ, അതിൻ്റെ ചിരിയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ പുളിയൊക്കെ സെറ്റായിട്ട് അതിലെ സത്തൊക്കെ ഇളകി വെള്ളത്തിൽ ചേർന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കുകയാണേ. പിന്നെ ഈ മിക്സിയുടെ ജാറിനകത്ത് നമ്മുടെ അരപ്പ് ബാക്കിയിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ കറക്കി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്തിനാ വെറുതെ അരപ്പ് കളയണത്. പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് പിന്നെ നമ്മുടെ തക്കാളിക്കും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഒരു തിള വന്ന് ഒരു 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം മാത്രം നമ്മൾ മൂടി തുറക്കാതെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കണം മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ തലയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം തലയൊക്കെ എടുത്താൽ മതി കേട്ടോ. ഞങ്ങൾ തലയൊക്കെ കഴിക്കാതെ കാരണം എടുത്തതാണ്. അപ്പോൾ അതൊക്കെ അതിലേക്ക് ഇങ്ങനെ മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ കരിവേപ്പില ഇടുന്നത് കേട്ടോ. ഇതുവരെ നമ്മൾ കരിവേപ്പില ഇട്ടില്ലല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാവേ. എന്നിട്ട് കണ്ടോ നല്ല ഈ ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വക്കിലൊക്കെ മസാല ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുക. അതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കണം കേട്ടോ. മീനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമുക്ക് ഇതിലെ താളിപ്പ് ഇടേണ്ടത്. താളിപ്പ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, എന്നാലും ഞാനൊന്ന് പറയാം കേട്ടോ. നമ്മുടെ കടുക്, ഉലുവ, ചെറിയുള്ളി, കറിവേപ്പിലയും കൂടി എണ്ണയിൽ താളിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് താളിപ്പും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മൂടി വയ്ക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഗ്യാസ് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ആ അടുപ്പിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ തിളച്ച് നിൽക്കുക. ചട്ടിയിലാണല്ലോ വെച്ചത്. എന്നിട്ടൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് കഴിക്കാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മീനൊക്കെ നല്ല സെറ്റായി അതിൽ അരപ്പൊക്കെ പിടിച്ചതിൻ്റെ പുളിയും ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇപ്പം തന്നെ ഭയങ്കര ഒരു താളിപ്പിൻ്റെ ഒക്കെ മണം ഇങ്ങനെ മൂക്കിലോട്ട് അടിച്ച് കയറണുണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറയണല്ലേ, നിങ്ങൾ ചെയ്ത് വെക്കണം കേട്ടോ ഉറപ്പായിട്ട്. എന്നിട്ട് നമുക്കിത് ചൂട് ചോറിലേക്ക് നമ്മുടെ മീൻകറിയും കൂടി വികത്തി കഴിച്ചു നോക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള കാര്യമാണ് കേട്ടോ. എനിക്കിതിൻ്റെ തക്കാളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മീൻകറിയിൽ ഇടുന്ന തക്കാളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അതാണ് ഞാൻ ഇളക്കി കുത്തിയൊക്കെ ഞാൻ ഇങ്ങനെ എടുക്കണം. ഇപ്പം വലിയമ്മ അമ്മയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഇളക്കി എടുക്കരുതേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വഴക്ക് കേട്ടു കേട്ടോ. ഞാൻ തലേനൊക്കെ അങ്ങനെ തള്ളി മാറ്റണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട്. പിന്നെ എന്തിനാ ഈ ഒരു സമയത്ത് എടുക്കണേ, ചൂടാറിയിട്ട് എടുത്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് പരിപാടി അങ്ങോട്ട് തീർക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. എനിക്ക് ക്ഷമയില്ല, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തീർക്കണം കേട്ടോ. കയ്യിൽ ഇങ്ങനെ മീൻ എടുക്കുമ്പോൾ തന്നെ കൈയൊക്കെ ഇങ്ങനെ പൊള്ളുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കാര്യമാക്കാണ്ട് ഞാൻ മീനൊക്കെ എങ്ങനെയൊക്കെ പിച്ചെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതേ ഈ ഒരു സെറ്റപ്പ് നോക്കിയിട്ട് ഇങ്ങനെ കഴിച്ചു വെക്കണം മക്കളെ. നമുക്ക് സ്വർഗം കിട്ടിയൊരു ഫീൽ എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ ഒരു ഫീൽ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. ഇപ്പം നമുക്ക് മീൻ കറി ഉണ്ടെങ്കിൽ ഈ ഒരു കറി മാത്രം മതി, ഇനിയിപ്പോൾ വേറെ ഒരു കറിയും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങളപ്പോൾ ട്രൈ ചെയ്തിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയുള്ളൂ. ടാറ്റാ, ബൈ.